നമ്മുടെ അനുമോൾ പ്രവീൺ കോംബോയൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ അടുത്ത കട്ടപ്പ 2 അല്ലെങ്കിൽ 2.0 ലോഡിംഗ് ആണോ? കിച്ചണിൽ നിന്നിട്ട് അനുമോളുടെ കുറേ കുറ്റങ്ങളൊക്കെ പിന്നീടെടുത്ത് നമ്മുടെ പ്രവീൺ പറയുന്നുണ്ട് കേട്ടോ. അതായത് അനുമോള് പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിനെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് അനുകരിച്ചൊക്കെ പറയുന്നുണ്ട്. അതൊരു നല്ല ക്വാളിറ്റി അല്ലല്ലോ. നമ്മൾ രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിക്കുന്ന കാര്യം മൂന്നാമതൊരാളെടുത്ത് പോയി പറയുന്നതിനെ നമ്മളെപ്പോഴും പരദൂഷണം പറച്ചില്ലെന്നേ പറയുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു പ്രവീൺ അനുമോളുടെ സപ്പോർട്ട് കണ്ടിട്ട് നൈസിനെ കോംബോ പിടിച്ച് പരമാവധി നിന്ന് പോകാനുള്ള ഒരു ശ്രമമായിരിക്കും നോക്കുന്നത്. അനുമോൾ അത് മനസ്സിലാക്കി കളിച്ച് അനുമോൾക്ക് കൊള്ളാം. കാര്യം എന്തൊക്കെ പറഞ്ഞാലും അനുമോൾ അങ്ങനെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ കുറ്റമൊന്നും മറ്റാരടുത്തും പോയി പറയുന്ന ഒരാളല്ല. അനുമോൾക്ക് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്. അനുമോളുടെ ക്യാരക്ടറിൽ പെട്ടെന്ന് പൊട്ടിത്തെറിച്ച പോലെ സംസാരിക്കുക, എടുത്തയാടി മറുപടി പറയുക, ഡിസ്റെസ്പെക്റ്റോട് കൂടി സംസാരിക്കുക, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടെങ്കിലും അനുമോളുടെ ക്വാളിറ്റികളിൽ ഒന്നെന്ന് പറയുന്നത് കൂടെ സുഹൃത്തായി നിൽക്കുന്ന ഒരാളെ ഒരിക്കലും അനുമോൾ അവരുടെ കുറ്റം പോയിട്ട് മറ്റൊരാളെടുത്ത് പറയത്തില്ല. ട്രസ്റ്റ് ചെയ്യും. അത് ഒരു കണക്കിന് നോക്കിയാൽ അബദ്ധമാണ്. കൂടെ നിൽക്കുന്ന എല്ലാവരെയും പോയി ട്രസ്റ്റ് ചെയ്താൽ പണി കിട്ടും. അപ്പോൾ കട്ടപ്പ 2.0 ലോഡിംഗ് ആണോ എന്ന് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇവിടെ നമ്മുടെ പ്രവീൺ പറഞ്ഞത് എങ്ങനെയാണ്, രാവിലെ എഴുന്നേറ്റ മുതൽ നിങ്ങൾ എന്നെ ദ്രോഹിക്കുകയാണ്, നിന്നെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല, നിങ്ങളെന്ന് പറയരുത്, നിങ്ങളെന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റ് കൂടി പോകില്ല, അപ്പോൾ അതുകൊണ്ട് നിന്നെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. അതായത് ഇങ്ങനെയൊക്കെ അനുമോള് പറഞ്ഞു എന്ന് പിന്നീടെടുത്ത് നമ്മുടെ പ്രവീണ് പറയുന്നുണ്ട്. കിച്ചൺ ഏരിയയിൽ നിന്നിട്ടാണ് പറയുന്നത്. ഇതിന്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ അനുമോള് പറയാത്തിടത്തോളം കാലം ഇത് പ്രവീണിന് തന്നെ നെഗറ്റീവായിട്ട് മാറും. അനുമോൾ എവിടെയും പ്രവീണിനെ കുറിച്ചോ ആരെക്കുറിച്ചോ മറ്റൊരാളെടുത്ത് പോയി കുറ്റം പറയുന്നില്ല. ബിഗ് ബോസിനകത്ത് ഇവരൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പൊ 5 പേര് ചേർന്ന് ചർച്ച ഒരാളെ കുറിച്ച് നടത്തുന്നതിലൊന്നും ഒരു തെറ്റുമില്ല. അയാൾ ഇങ്ങനെയാണ്, അയാൾ അങ്ങനെയാണെന്നൊക്കെ പറയാം, അല്ലൊന്നും കുഴപ്പമില്ല. ഇതിനകത്ത് ഓഡിയൻസ് എപ്പോഴും നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ രണ്ടുപേര് ഭയങ്കര സുഹൃത്തുക്കളാണ്, പരസ്പരം ഇരിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ ഭയങ്കര കാര്യമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കെയറിങ് ആണ്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന രണ്ടുപേരിൽ ഒരാൾ മാറിയിരുന്ന് മറ്റേ ആളെ കുറ്റം പറയുമ്പോൾ ഓഡിയൻസ് ജഡ്ജ് ചെയ്യും. അപ്പൊ അല്ലാതെ കാഷ്വൽ ആയിട്ടുള്ള രണ്ട് വ്യക്തികൾ, ബിഗ് ബോസിൽ എല്ലാവരെയും പോലെ കാണുന്ന രണ്ട് വ്യക്തികൾ കാണുമ്പോൾ ഹായ് ബൈ മാത്രമുള്ള ഒരു സൗഹൃദമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുന്ന ഒരാൾ പോയി കുറ്റം പറഞ്ഞ ആരും മൈൻഡ് ചെയ്യില്ല. ശൈത്യയുടെ കേസിൽ സംഭവിച്ചത്, ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരുന്ന രണ്ടുപേര് പെട്ടെന്ന് ഇവരിൽ ഒരാളെ കുറിച്ച് കുറ്റം പറയുകയും എല്ലാം അവരാണ് കാരണമെന്ന് പറയുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് കട്ടപ്പ ചാപ്പ കുത്തപ്പെടും. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവതരിപ്പിച്ചത്. അതുപോലെ ഇവിടെ അനുമോളടുത്ത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്ന, അടുത്ത് നിന്ന് കോംബോ പിടിക്കാൻ ശ്രമിക്കുന്ന ഒരാൾ അനുമോൾ ഇല്ലാത്തപ്പോൾ മാറി വേറൊരാളെടുത്ത് അനുമോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞതെന്നും പറഞ്ഞ് കളിയാക്കുമ്പോൾ ആർക്കായിരിക്കും നെഗറ്റീവ് ആവുന്നത്? ഈ പറയുന്ന വ്യക്തിക്കല്ലേ നെഗറ്റീവ് ആവുള്ളൂ. ഇവിടെ പ്രവീണേ നെഗറ്റീവ് ആവൂ. അതേ സമയത്ത് അനുമോളുടെ കേസിൽ അനുമോൾ പ്രവീണിനെ കുറിച്ചോ ആരെക്കുറിച്ചും അനുമോൾ ആവശ്യമില്ലാതെ ഈ പരദൂഷണം പറഞ്ഞ് നടക്കുന്നില്ല. കുറ്റം പറയാം നമുക്ക്. ഇപ്പോൾ നമ്മളെ ഒരാൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ കുറിച്ച് കുറ്റം പറയാം. പക്ഷെ നമ്മളെ കൂടെ നല്ലപോലെ നിന്നിട്ട് നമ്മൾ ആ ആൾ മാറുമ്പോൾ അയാളെ കളിയാക്കിയോ പുച്ഛിക്കുകയോ അല്ലെങ്കിൽ അയാളെ കുറ്റപ്പെടുത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ഒരു പരദൂഷണം പറച്ചിലും ഒരു തറ പരിപാടിയുമാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് പ്രവീണിന് പണി കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ചിലപ്പോൾ പ്രവീൺ അത് തിരുത്തി മുന്നോട്ട് പോകാം, ഇല്ലെങ്കിൽ പ്രവീണിന് തന്നെയായിരിക്കും നെഗറ്റീവ് ആവുക. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.